ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല മഴയത്താണ് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ നമ്മൾ വീടുണ്ടാക്കിയതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ്, ഈ ഒരു സംഭവം ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയ കാര്യങ്ങളില്ലേ, അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പുതിയ വീടുണ്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആവും. കാരണം ഇന്ന് അബദ്ധങ്ങളായിരിക്കും കുറേ ആൾക്കാർ ചെയ്യണം, പിന്നെ വേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ വീടൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചുണ്ട്. അതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, കാരണം ഇനി അബദ്ധങ്ങൾ പറ്റരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ സ്ലോപ്പാണ്, നമ്മൾ താഴെയാണ് വീട് വരുന്നത്. ഇവിടെ റോഡ് ഇങ്ങനെ മീൻസ് നമ്മളെ വീട്ടിലോട്ടുള്ള ആ റോഡ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അപ്പുറത്ത് മണ്ണാവില്ലേ, ആ മണ്ണ് മുഴുവനും ഇതിലോട്ട് ഒലിച്ചു പോകും. ഇപ്പുറത്ത് ഫുള്ള് മണലും കല്ലും ഒക്കെയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ടേക്ക് നമ്മളെ ഇൻ്റർലോക്കിലോട്ട് പോകും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സംഭവം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട് പണിയൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വെച്ചത് കേട്ടോ. ഇതിപ്പോൾ വെച്ചത് നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആദ്യം ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ താഴെയാണ് നിങ്ങളെ വീടെങ്കിൽ ഈ ഒരു സ്ലോപ്പ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വിശദമായിട്ട് പറയാനറിയില്ല. ഇങ്ങനെ ഒരു 3-4 പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു കിടങ്ങ് പോലെ കീറി കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം അപ്പുറത്തേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നല്ലൊരു മഴ പെയ്താൽ ആ വെള്ളവും മണലും കല്ലൊക്കെ കൂടി അത് ഒലിച്ച് ഇവിടെ വരെ വരുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ക്ലിയറായി കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത് മൊത്തം അങ്ങോട്ട് താഴേക്ക് പോയിരുന്നു. അപ്പം നമ്മൾ വീട് വെക്കുമ്പോൾ ഇതുപോലെ താഴെയാണെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്യണം എന്നാണ് കേട്ടത്. ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കാണിക്കാൻ കാരണം ഇത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ആക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്യാണ്ടിരിക്കരുത് എന്നാണ് പറയണത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പള്ളിയിൽ പോയി വന്നിട്ടുണ്ട്. ഓക്കെ, മഴത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അത് വേറെ കാര്യം. കണ്ണടൊക്കെ നനഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് തിങ്, നമുക്ക് അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അല്ല, അടുത്തതായിട്ട് പറയാനുള്ളത് ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. നാച്ചുറൽ സ്റ്റോൺ നമ്മൾ വെച്ചിട്ടുള്ളത്, നാച്ചുറൽ സ്റ്റോണും കോബിൾ സ്റ്റോണും കൂടിയാണ് വെച്ചിട്ടുള്ളത്. കോബിൾ സ്റ്റോൺ വെച്ച സമയത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ കോബിൾ സ്റ്റോൺ എല്ലായിടത്തും നമ്മൾ വെച്ച ആൾക്കാരുടെ മിസ്റ്റേക്സ് അല്ല കേട്ടോ, എല്ലായിടത്തും കോബിൾ സ്റ്റോൺ ഇങ്ങനെയാണ്. അപ്പോൾ കോബിൾ സ്റ്റോൺ വെക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിപ്പം കണ്ടോ, ഒന്ന് കാണിച്ചെടുക്കേ. 1 2 3 4 5 ലൈൻസിലാണ് കോബിൾ സ്റ്റോൺ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെക്കുവാണെങ്കിൽ ഒരു 2 ലൈന് കോബിൾ സ്റ്റോൺ വെച്ചാൽ മതി. വെക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോബിൾ സ്റ്റോണിനേക്കാളും നല്ലത് നാച്ചുറൽ സ്റ്റോൺ മാത്രമായിരിക്കും എന്നാണ്. പക്ഷെ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പക്ഷെ അത് മഴ നനയുമ്പോൾ മാത്രമേ ആ ഭംഗിയുള്ളൂ കേട്ടോ. ഞാൻ എല്ലായിടത്തും കോബിൾ സ്റ്റോൺ വെച്ച സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കോബിൾ സ്റ്റോൺ വെക്കുമ്പം അത് എനിക്ക് തോന്നുന്നു അകത്ത് കോട്ടയാട്ടിലൊക്കെ വെക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അല്ലാത്ത സ്ഥലത്ത് ഭയങ്കര കുറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ കോബിൾ സ്റ്റോൺ വെക്കുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടിട്ട് വെക്കുക. നിർബന്ധമാണെങ്കിൽ ഇങ്ങനെ ഒരൊറ്റ ലൈന് മാത്രം വെക്കുക. അങ്ങോട്ട് പിന്നെ ഈ 4 ലൈൻസിന് പകരം അടുത്ത നാച്ചുറൽ സ്റ്റോൺ വെക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ, ആ ഒരു പാറ്റേൺ കാണാൻ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഇവിടെ ഒട്ടും ഇഷ്ടമില്ല. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഈ കോബിൾ സ്റ്റോൺ മാറ്റിയിട്ട് നാച്ചുറൽ സ്റ്റോൺ തന്നെ വെക്കും. കാരണം ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചതുകൊണ്ട് നന്നായി. നമുക്ക് മാറ്റുവാണെങ്കിലും ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ സെയിം ലെങ്ത്തിലാണ് ഇവിടെ കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാറ്റുവാണെങ്കിലും എളുപ്പമാകും. കാരണം നമ്മൾ മാറ്റണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഒന്നെങ്കിൽ ഗ്യാപ്പ് മൊത്തത്തിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിക്കണം. എന്നിട്ട് ഈ ലെവലിലോട് ഒരുമിച്ചാവണം. ഇതിപ്പോൾ കോബിൾ സ്റ്റോൺ ഒരു ഹൈറ്റ്, ഒന്ന് വേറെ ഹൈറ്റ്, അങ്ങനെയാണ്. ഇത് പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഒരേ ഹൈറ്റിലല്ല. അപ്പോൾ ശരിക്കും ഒരേ ഹൈറ്റിലാവാൻ വേണ്ടി ഈ ഗ്യാപ്പിലൊക്കെ ഗ്രൗട്ട് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഞാനിത് വെക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, കാരണം നമ്മൾ ഓൾറെഡി ഓർഡർ എടുത്തു. കണ്ടോ, അതിനകത്തൊക്കെ കല്ല് വന്നിരിക്കണുണ്ടോ. അതേപോലെ തന്നെ കല്ലും അതുപോലെ തന്നെ ഇലകളൊക്കെ, ഇതൊക്കെ എടുക്കാനുള്ളൊരു പാട് കുറച്ചൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ അടിച്ച് വാരിയാലും ഒറ്റയടിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ നാച്ചുറൽ സ്റ്റോണിൽ നമ്മൾക്ക് ഇലകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ.
അപ്പോൾ എന്താ ഇതിൻ്റെ ഈ ഇടയിലൊക്കെ എന്തെങ്കിലും കയറിയിരുന്നാൽ ഭയങ്കര പാടാ വൃത്തിയാക്കാൻ. എന്താ ഇവിടെയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ കാണാൻ ഒറ്റ ഷോയിൽ കാണാൻ നല്ല വൃത്തിയാണ്, പക്ഷെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഭയങ്കര വൃത്തികേടുണ്ട് കേട്ടോ. മഴ നനയുമ്പോഴേ ആ ഒരു കളറൊക്കെ ഉണ്ടാവുള്ളൂ. ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് അത്ര കളറൊന്നും ഇല്ല. അതാ ഇവിടെയൊക്കെ കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ മണ്ണും കല്ലും ഒക്കെ കയറിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത്, ഈ ഒരു വൈറ്റ് കളർ പോലെ വേണ്ടത്. പക്ഷേ ഇത് കണ്ടോ, കല്ലൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കോബിൾ സ്റ്റോൺ വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോബിൾ സ്റ്റോൺ വെക്കാണ്ടിരിക്കുകയായിരിക്കും എൻ്റെ അഭിപ്രായമാണ്. ഇനി എല്ലാവരും അങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അടുത്തത് പറയാനുള്ളത് നമ്മളെ ഗാർഡൻ സെറ്റ് ചെയ്തതിൻ്റെ കാര്യം കേട്ടോ. നമ്മളിവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം മുമ്പുണ്ടായിരുന്നല്ലോ, മഴ പെയ്യുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ കുറച്ച് ലോണ് മതിയെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ആർക്കിടെക്റ്റ് പറഞ്ഞു ലോണ് വെച്ചാലേ ഭംഗിയുള്ളൂ. ശരിക്കും പോലെ പറയുമ്പോൾ ആ പച്ചപ്പ് കാണുമ്പോൾ ഭംഗിയുണ്ട്. ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ എങ്കിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഇൻ്റർലോക്ക് ചെയ്യുന്ന കുറച്ച് സൈഡിൽ മാത്രം, അതായത് ഇതുപോലെ സൈഡിൽ മാത്രം ലോൺ വെക്കുന്നതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. ഇത് ഭംഗിയുണ്ട്, പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഈ പൂച്ച വന്നിട്ട് ഇതിൽ കപ്പിട്ട് വെക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതുപോലെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ വെച്ചിട്ടുള്ളത് പേൾ ഗ്രാസ് ആണ്. പേൾ ഗ്രാസും ബഫലോ ഗ്രാസും ഉണ്ട്. അതിൽ പിന്നെ വേറെ ടൈപ്പ് ഗ്രാസുകളുണ്ട്. ഞാൻ ചോദിച്ചു നമ്മുടെ ആർക്കിടെക്റ്റോട് എന്തുകൊണ്ട് നമ്മൾ പേൾ ഗ്രാസ് വെച്ചു എന്ന്. ബഫലോ ഗ്രാസിനേക്കാൾ നല്ലത് പേൾ ഗ്രാസ് ആണ്. പിന്നെ പേൾ ഗ്രാസ് ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് പിടിക്കും. ഇത് പെട്ടെന്ന് കണ്ടോ നന്നായിട്ട് പടർന്ന് വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങനെ പടർന്ന് മീൻസ് ഈ ഇൻ്റർലോക്ക് ഇതൊന്ന് കാണിച്ചിട്ടേ, ഇങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ വരും. ഞാനിതിങ്ങനെ വെട്ടി കൊടുക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പടർന്ന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരും. അപ്പം നമ്മളിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം. ഈ പേൾ ഗ്രാസിൻ്റെ പ്രശ്നം അതാണ്. പിന്നെ മറ്റേ ഗ്രാസ് ഉണ്ടല്ലോ, അതിന് പേരെന്താണെന്ന് എന്തോ പേര് പറഞ്ഞു. ആ ഗ്രാസാണ് കാണാൻ ഭംഗി. അത് നമുക്ക് മേലെ മാത്രം വെട്ടി കൊടുത്താൽ മതി. പക്ഷേ അത് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കേണ്ടി വരും. ഭയങ്കര മെയിൻ്റെനൻസ് ആണ്. അതായത് അത് ചിലപ്പം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ഇതായതുകൊണ്ടാണ് ഇത് വെച്ചത്. പക്ഷേ ഇതിൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇത് കുഴപ്പമില്ല. നമുക്ക് ഗാർഡനറും കൂടി വേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ. കാരണം ഇതിങ്ങനെ ഒരു ആഴ്ചക്ക് നമ്മളിതിങ്ങനെ വെട്ടി ഷേപ്പാക്കി കൊണ്ടു നടക്കണം. തിക്നെസ് കുറച്ച് പോകണം. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്, ഫോട്ടോക്കും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ ഭംഗിക്കാണെങ്കിൽ വെച്ചോളൂ, അല്ലെങ്കിൽ മൊത്തം ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് നല്ലത്. അതായത് നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ട് മൊത്തം കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇവിടേക്കൊക്കെ നടന്നു പോയിരുന്നു. ഇതിപ്പം ഇവിടെ പാത്വേ ഒക്കെ ഉണ്ട്, അതായത് നടക്കാനുള്ള വഴിയൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പേൾ ഗ്രാസ് വെച്ചിട്ട് കവറായിട്ട് ഒന്നും കാണുന്നില്ല. കണ്ടോ, ഇതൊക്കെ ഞാനും റോസും കൂടി കഷ്ടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കട്ട് ചെയ്തതായിരുന്നു. റീനുണ്ടോ? റീനും കൂടി കഷ്ടപ്പെട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ പാത്വേ. അത് കാണിച്ച് നടന്ന് അതൊക്കെ ഉണ്ട്, അതൊക്കെ കവറായിട്ടുണ്ട്, പുല്ലുകൊണ്ട് ഫുള്ള് കവറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നല്ലോണം മെയിൻ്റെനൻസ് അല്ല, നല്ലോണം നമ്മൾ കട്ട് ചെയ്യണം. എന്നാലേ എന്താ പറയുക, ഈ പാത്തൊന്നും ഈ കല്ലൊന്നും കാണുന്നില്ല. അതിന് മേലെ കൂടെ ഒക്കെ പുല്ല് കവറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇൻ്റർലോക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. പക്ഷെ കാണാനുള്ള ഭംഗി ഇതാണ് കേട്ടോ. ഈ പൈപ്പ് ഇവിടെ വെച്ചിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കവിടെ പച്ചക്കറി ഉണ്ട് കുറച്ച്, അപ്പോൾ അത് അപ്പുറത്തേക്ക് നനയ്ക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. നമുക്ക് ഇറിഗേഷൻ ഓട്ടോമേഷൻ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പൈപ്പിൻ്റെ ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെച്ചത്. ഇവിടെ വെള്ളത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ ഒരു സൈഡ് കുറേ പേര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മളിതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇത് വർക്ക് ഫ്രം ഹോമിന് വേണ്ടി ഇക്കാക്ക് ചെയ്തതാണ്. പക്ഷേ മഴയൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്കിതിൽ ഇത് വെക്കാൻ വിട്ടുപോയി, AC വെക്കാൻ വിട്ടുപോയി. അപ്പോൾ കേർട്ടനും വെച്ചിട്ടില്ല. അപ്പോൾ അതും സെറ്റായിട്ട് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. പിന്നെന്താ, ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം കേട്ടോ. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഒരിക്കലും അങ്ങനത്തെ മിസ്റ്റേക്സ് വരരുതെന്ന് വെച്ചിട്ട്. പിന്നെ ചിലർക്കൊക്കെ പുല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പുല്ല് മീൻസ് ലോണ്, ഇതുപോലെ പച്ചപ്പൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വെച്ചോളൂ, അല്ലാത്തവരുടെ കാര്യം കേട്ടോ പറയണത്. എന്ത് മഷ്റൂമാ? തവളയുണ്ട്, മഷ്റൂം ഉണ്ട്, പൂച്ചക്കാട്ടുണ്ട്, എല്ലാതും ഉണ്ട്. എത്ര വട്ടം എന്നറിയാം ഞാൻ പൂച്ചക്കാട്ടം കോരിയത്. എനിക്കിങ്ങനെ കാണുമ്പോൾ കണ്ടുകൊണ്ട് പിന്നെ ഇക്ക പറയും, എന്താ പിടിച്ചേ, എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇക്ക പറഞ്ഞാണ് പൂച്ചക്കാട്ടൊക്കെ അത് ഉണങ്ങി പോയിക്കോളും. പക്ഷെ എനിക്ക് നമ്മൾ കണ്ടു
അവിടെ പൂച്ചക്കാട്ടുണ്ടെന്ന് എനിക്ക് ആ മണം വരുന്നുണ്ട്. അപ്പം എനിക്കത് ഒഴിവാക്കാൻ ഞാൻ സമാധാനമല്ല. ഞാൻ മാസ്കൊക്കെ ഇട്ട് ഗ്ലൗസൊക്കെ ഇട്ട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ പുല്ലുന്നതൊക്കെ മാറ്റുന്നത്. അപ്പോൾ പൂച്ചനെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ലോണ് നിർബന്ധമാശാൽ വെച്ചോളൂ, അല്ലെങ്കിൽ കുറച്ച് സൈഡിൽ വല്ലാണ്ട് ഇങ്ങനെ പരത്തി വയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കേണ്ടി വരും. നോക്കാൻ സമയമുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ കോബിൾ സ്റ്റോണും ലോണും പിന്നെ നമ്മൾ ആ വീട്ടിലോട്ടുള്ള എൻട്രൻസും. പിന്നെ ഇപ്പം എനിക്ക് ഇത് ഇഷ്ടമാണ്. ഇത് നല്ല ഭംഗിയായിട്ടോ ഈ ഒരു സ്റ്റെപ്സ്, ഇങ്ങനെ നീളത്തിലെ സ്റ്റെപ്സ് നല്ല ഭംഗിയാണ്. ഈ വീട് നല്ല മൊഞ്ചാണ് കാണാൻ. പക്ഷേങ്കിൽ മഴ പെയ്താൽ ഇവിടെ നമുക്കൊരു പാത്തി എന്ന് പറയും, പാത്തിയൊക്കെ വെക്കണം എന്നുണ്ട്, പക്ഷെ വെച്ച് അതിൻ്റെ ലുക്ക് പോവും. ഇതിൽ സ്റ്റെപ്സിൽ മൊത്തം വെള്ളമാണ്. ഇത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ രാവിലെ അതിങ്ങനെ വൈപ്പ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ എന്താ പറയുക, നമുക്ക് ഇതിലൂടെ ഉണ്ട് കേട്ടോ വഴി. ഇവിടെ കാറ് നിർത്തിയിട്ട് ഇങ്ങനെ കയറാം. ഓക്കെ, ഇത് കാർ പോർച്ചിനോട്ടുള്ള എൻട്രൻസ് ആണ് ഈ സ്റ്റെപ്സ്. കാർ പോർച്ചിൽ കാറ് നിർത്തിയാൽ അങ്ങനെ കയറാനുള്ള എൻട്രൻസ് ആണ്. മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കയറാനുള്ള എൻട്രൻസ് ആണ്. അല്ലാച്ചാൽ ഞാൻ അപ്പുറത്ത് കൂടെയാണ് നമുക്ക് വഴിയുള്ളത്. ഇതിങ്ങനെ നീളത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് മാറ്റ് ഇടാൻ പറ്റില്ല. മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മാറ്റിനകത്തൊക്കെ വെള്ളമാവും. അത്രയും വെള്ളം കണ്ടത്, ഇതൊക്കെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഉള്ള വെള്ളമാണ്. പിന്നെന്താ, ഇതിലൂടെ കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ചെടികൾ കുറേ ഉണ്ടാവുമ്പോഴേ കുറേ എന്താണ് കരിക്കുന്നതിന് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവും. അത് മണ്ണിര ഉണ്ടോ, മണ്ണിര എവിടുന്നോ വരുവാണ്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പൊതുവേ ചെടികൾ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതിൻ്റെ അകത്തുനിന്നുള്ള സാധനങ്ങളും കൊണ്ടിട്ടാൽ ഞാൻ എപ്പോഴും വൃത്തിയാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പം പറയുന്നത് മൊത്തം കേട്ടോ. ഈ ഒരു സംഭവം, ഈ ഒരു ഗാർഡൻ കണ്ടോ, നമ്മൾ ജനലിനോട് ചാരിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെ വെച്ചിട്ടില്ല ഒന്നും കേട്ടോ. അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ജനലൊക്കെ തുറക്കുമ്പോൾ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് അത് ഓൾറെഡി ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പറഞ്ഞു. പക്ഷേ ഇത് ഈ ജനൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം പ്രാണികൾ, അതും പല വെറൈറ്റി പ്രാണികളാണ് തുറന്നു കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്, അതേ ഉള്ളൂ. തുറക്കാൻ പറ്റില്ല. ജനൽ തുറന്നിട്ടാൽ കരിക്കുന്നതിന് ചേരാട്ട, പിന്നെ തവള, എട്ടുകലിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് പുള്ളിക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കോൺഷ്യസ് ആണോ നിങ്ങൾ എന്നെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു ബേവിൻ്റെ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ചെടികൾ വെക്കാണ്ടിരിക്കും നല്ലത്. പ്ലെയിനായിട്ട് കോബിൾ സ്റ്റോണൊക്കെ ഇവിടെ വെക്കുമ്പോൾ നല്ലതാണ്. ഞാൻ കാണിച്ചില്ല, നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പുറത്ത് കോബിൾ സ്റ്റോണാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ചെടികളുണ്ട്. ഇവിടെ ഈ വിൻഡോ തുറക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിൻഡോൻ്റെ താഴെ കോബിൾ സ്റ്റോണാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തുറക്കാം. ഒന്നും അകത്തു കൂടെ കയറി വരില്ല. മനസ്സിലായോ? ഇവിടെ പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ലോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും വന്ന് ഇരിക്കാനുള്ള ഒരു അവസ്ഥയില്ല. മറ്റേ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരിക്കായിരുന്നു. ഓക്കെ, ലോണിൽ നമ്മൾ ചവിട്ടി കയറുമ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ, അത്രയും തിക്കായിട്ടാണ് ലോണ്. ഇത് പേൾ ഗ്രാസ് വളർന്നിട്ടില്ല കേട്ടോ, നല്ലോണം പടർന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ലൊരു പച്ചപ്പില്ലേ കാണാൻ. അതാണ് ഭംഗി മാത്രം നോക്കിയാൽ പോരാ, നമ്മളെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അകത്തുള്ള പരിപാടികൾ കാണാം. അടുത്ത പറയാനുള്ളത്, നമ്മൾ ഇത്രയും സൗകര്യത്തിൽ വീടുണ്ടാക്കി, നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ കൊലായി, അതായത് സിറ്റ് ഔട്ട് വെക്കുന്ന സമയത്ത് നമ്മളവിടെ ഷൂ വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഓൾറെഡി മനസ്സിൽ കാണണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഷൂ വെക്കാനുള്ള സ്പേസ് പുറത്തും നമ്മൾ കണ്ടില്ല. പിന്നെ ഇവിടെയാണ് ഈ ഒരു സ്പേസ് കാണിച്ചു കൊടുത്തേ, ഇവിടെ ആ ഒരു ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോണിൻ്റെ മേലെ നമുക്ക് ആ മറ്റേ വാളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഷൂ റാക്കില്ലേ, അത് വെക്കാൻ പറ്റില്ല. ഇതിവിടെ പ്ലെയിൻ വാളായിരുന്നെങ്കിൽ അവിടെ വെച്ച നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇവിടെ ക്ലാഡിങ് കൊടുത്തു. ആദ്യം ഞാനത് മൈൻഡിൽ വെച്ചിരുന്നെങ്കിൽ ഇവിടെ ക്ലാഡിങ് കൊടുക്കാണ്ട് ഇവിടെ ആ ഷൂ റാക്കിനുള്ള സ്പേസ് വെച്ചാൽ മതിയായിരുന്നു. ഷൂ റാക്ക് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അപ്പുറത്തുണ്ട് കാറിൻ്റെ, നമ്മൾ ഒരു കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പുറത്ത്, ആ കാറിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. മീൻസ് ആ കാർ പോർച്ചിൻ്റെ ആ ഒരു ഏരിയയില്ലേ, വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞില്ലേ, അപ്പുറത്താണ്. അപ്പോൾ അവിടെ ഷൂ റാക്കിൽ ഷൂ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരൽ പോസിബിൾ അല്ല. അപ്പോൾ ഇനിയിപ്പം ഒരു ഷൂ സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അതിനകത്തും ഉണ്ട് ഷൂ റാക്കിൻ്റെ അകത്തും ഉണ്ട് ഷൂകൾ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അപ്പോൾ നമ്മളിവിടെ സിറ്റ് ഔട്ട് റെഡിയാക്കുന്ന സമയത്ത് ഒരു ഷൂ റാക്ക് വെക്കാനുള്ള സ്പേസ് നമ്മൾ മനസ്സിൽ കാണുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തായിരിക്കും നമ്മൾ മനസ്സിൽ അയ്യോ അതില്ലല്ലോ എന്ന്. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ്, നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ
അയൺ ബോക്സ്, അതായത് അയൺ ചെയ്യാനുള്ള ടേബിൾ വെച്ചിട്ടുള്ളത് മേലെ യൂട്ടിലിറ്റിൻ്റെ അകത്താണ്. വാഷ് ചെയ്യലും അയൺ ടേബിളൊക്കെ വെച്ചത്. അകത്തുനിന്ന് സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് എവിടെയാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ അയൺ ബോക്സ് വെക്കാനായിട്ട് നമ്മൾ കണ്ടെത്തുക ആദ്യം തന്നെ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്റ്റെയർസിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് അയൺ ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവിടെ പവർ പ്ലഗ് ഇല്ല, എന്താ പറയുക, അങ്ങനെ ഇനി ഒരു സ്പേസ് നമുക്കിപ്പോൾ ഇനി റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ അയൺ ചെയ്യാനുള്ളൊരു സ്പേസ് ഇതുവരേക്കും ഇല്ല. പിന്നെ നിസ്കാര റൂമിൻ്റെ അകത്താണ് ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ ചിലപ്പം നമ്മൾ അതിൻ്റെ അകത്ത് സൗകര്യം റെഡിയാക്കും. അല്ലെങ്കിൽ മുകളിലുണ്ട് കേട്ടോ. പക്ഷെ മുകളിൽ എപ്പോഴും നമുക്ക് സ്കൂളിലൊക്കെ മക്കൾ പോകുന്ന സമയത്തൊന്നും ഭയങ്കര പോസിബിൾ അല്ലല്ലോ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അയൺ ബോക്സ് അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ വീട്ടിൽ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഷൂ സ്റ്റാൻഡ്, അതും വിട്ടു പോകണ്ട. എല്ലായിടത്തും പവർ പ്ലഗ് വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. നമ്മൾ ഈ ഹോളിൽ പവർ പ്ലഗ് വെക്കാൻ വിട്ടുപോയി. ബാക്കി എല്ലായിടത്തും റൂമുകളിലൊക്കെ ഉണ്ട് പവർ പ്ലഗ്. അപ്പോൾ ഇതാ ഹോളിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെ പവർ പ്ലഗ് കൊടുത്തില്ല. അപ്പോൾ നമുക്കിവിടെ വാക്യൂം ചെയ്യാനൊക്കെ, നമ്മൾ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ എടുത്ത് ഭയങ്കര എക്സ്റ്റൻഷൻ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ കൊടുത്തിട്ടില്ല പവർ പ്ലഗ്. എന്നോട് ചോദിച്ചിരുന്നു, അപ്പം ഞാൻ അത്ര ചിന്തിച്ചില്ല. അപ്പോൾ നമ്മൾ ഹോളിലും അതുപോലെ എല്ലായിടത്തും ഓരോ പവർ പ്ലഗ് കൊടുക്കുന്നത് നല്ലത്. നമുക്ക് എപ്പോഴാണ് ഉപയോഗം ആവാന്നുള്ളത് പറയാൻ പറ്റില്ല. പവർ പ്ലഗ് റൂംസിൽ മാത്രമല്ല, ഹാളിൽ, കിച്ചണിൽ, പിന്നെ കിച്ചണിൻ്റെ പുറത്ത് നമ്മൾ ഇതുണ്ടല്ലോ കൊട്ടത്തളം വെച്ചില്ലേ, ആ കിച്ചണിൻ്റെ പുറത്ത് നമ്മളൊരു ഇരിക്കുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ നമ്മൾ പവർ പ്ലഗ് കൊടുത്തിട്ടോ. അത് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ വീടിരുന്നതിന് ശേഷം ഫസ്റ്റത്തെ നല്ലൊരു മഴ പെയ്തിരുന്നു. അന്ന് നമ്മൾ ഫ്ലാറ്റ് ഒഴിവാക്കിയിട്ട് വരുന്ന ദിവസമായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ വന്നപ്പം ഇവിടെ മൊത്തം വെള്ളം എങ്ങനെ വന്നതെന്ന് അറിയില്ല. അപ്പോൾ യൂട്ടിലിറ്റിയിൽ നമ്മൾ ഒരു ഹോള് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മൊത്തം ഈ പരഗോളൻ്റെ മേലേക്ക് മൊത്തം വെള്ളം കയറി ഫുൾ ലീക്കായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര തന്നെ ടഫൻ ഗ്ലാസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ലീക്ക് ഉണ്ടാവും. അപ്പം പരഗോള മാക്സിമം നമ്മൾ വീട്ടിൽ വെക്കാണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് അറിയോ? ഒന്ന് മുകളിലോട്ട് കാണിക്കുക. ആ പരഗോളൻ്റെ മേലൊരു ഷീറ്റ് ഉണ്ടോ, അത് നമ്മൾ ടെമ്പററി വെച്ചതായിരുന്നു കേട്ടോ. നമ്മൾ പണി നടക്കുന്ന സമയത്ത് ടെമ്പററി വെച്ചായിരുന്നു. ശരിക്കും അതിൻ്റെ മേലെ ഷീറ്റ് ഉണ്ടാവില്ല, നേരെ വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ആ ഷീറ്റ് ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞു. ഭംഗിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇവർക്ക് വെള്ളം ആവാണ്ടിരിക്കുക. അതുകൊണ്ട് മഴവെള്ളം ഇങ്ങോട്ടേക്ക് ശരിക്കുള്ള മഴവെള്ളം വരുന്നില്ല. മഴവെള്ളം ശരിക്കും വന്ന് അവിടെ മൊത്തം വെള്ളം കളിയായിരിക്കും. ഇതിൽ മൊത്തം വെള്ളം നിറയും. അപ്പോൾ ആ ഷീറ്റ് ഉള്ളതുകൊണ്ട് മഴവെള്ളം വരുന്നില്ല. അത് അബദ്ധത്തിൽ വന്ന് പെട്ടതാണ്, പക്ഷെ ഉപകാരമായി. എന്നിട്ട് പോലും നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ യൂട്ടിലിറ്റി അടഞ്ഞിട്ടോ. ഇപ്പം വെള്ളം വരുന്നില്ല, കാരണം ഇങ്ങോട്ടേക്ക് മഴപ്പാറിൽ മാത്രമേ വരുള്ളൂ. അപ്പം നമ്മൾ യൂട്ടിലിറ്റീൻ്റെ പുറത്ത് ഓപ്പൺ ടെറസിൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം അതിനുശേഷം ഇവിടേക്ക് വെള്ളം ഒരു തുള്ളി പോലും ഇപ്പം വരുന്നില്ല. അത് ഒന്നുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇടുക. ഞാൻ ഇവിടെ ഈ ഗ്ലാസ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ എന്തോ ഒരു കച്ചറ പിടിച്ച പോലെ ഇട്ടു. അപ്പോൾ അവിടെ ഒരു കവർ എടുക്കുന്നുണ്ട്, അത് പാറി വന്നതാണേ. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചോളൂ ഇതിൻ്റെ മുകളിലോട്ട്. അത് ആ ബക്കറ്റ് വെള്ളം മുഴുവൻ ഇതിൽ കൂടെ ലീക്കായി താഴേക്ക് എത്തി, ഒരു ബക്കറ്റ് വെള്ളം. ഓക്കെ, അപ്പോൾ മനസ്സിലായി ഈ ഗ്ലാസിൻ്റെ മുകളിലോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റൂല എന്നുള്ളത്. അപ്പം നിങ്ങൾ പരഗോള ഇനി എത്ര തന്നെ സേഫാന്ന് പറഞ്ഞാലും ഗ്ലാസ് വെച്ചാൽ ലീക്കാവും, ഉറപ്പാണ്. ഇത് അത്രയും ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, സിലിക്കോൺ ഇട്ടിട്ട് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ലീക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പം വെള്ളം തട്ടാതെ ഇങ്ങനെ, അല്ലെങ്കിൽ പരഗോളിൻ്റെ മേലെ നമുക്ക് ഷീറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്ലാസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അകത്തേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ വെക്കുക കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഗാർഡനിലൊക്കെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ കൊടുത്തായിരുന്നു. കാരണം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അത് പറയാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് വെച്ചോ എന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ പ്ലാന്റ്സ് വെക്കുന്നതും ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഏതൊക്കെ പ്ലാന്റ്സ് വെക്കുന്നൊക്കെ ചോദിക്കണം കേട്ടോ. കാരണം നമുക്ക് ചില സ്ഥലത്ത് എനിക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് വെക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, ചില സ്ഥലത്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് ഏതൊക്കെ പ്ലാന്റ്സ് വെക്കുക വെക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ചറിയാം. ഞാൻ ചോദിക്കാത്തതാണ്, എൻ്റെ മിസ്റ്റേക്കാണ്, അത് വേറെ കാര്യം. പിന്നെ കിച്ചണിൻ്റെ കാര്യം കേട്ടോ, ഒരുപാട് പേര് ചോദിച്ചിരുന്നു കിച്ചണിൽ
ഈ ഐലൻഡ് കിച്ചൺ എങ്ങനെയാണ് ഇത്? ഐലൻഡ് കിച്ചൺ അല്ല, ഇത് എൽ ഷേപ്പ് കിച്ചൺ കേട്ടോ. ഇതിനെന്താ പേര് പറയാമെന്നറിയില്ല. ഐലൻഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഐലൻഡ് കിച്ചൺ ആണെങ്കിലും ഈ ഐലൻഡ് കിച്ചൺ എനിക്ക് എത്രത്തോളം നല്ലതെന്ന് എനിക്കറിയില്ല. ഈ കിച്ചണ് നമുക്കൊരു ഡെയിലി യൂസിന് എനിക്ക് പറ്റും തോന്നുന്നില്ല. ഒരു മിനിറ്റ്, ഫാൻ ഓഫ് ആക്കട്ടെ. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ അപ്പുറത്തേക്ക് തെറിക്കും, ഇപ്പുറത്തേക്ക് തെറിക്കും, ഇവിടേക്ക് തെറിക്കും. ഇവിടെ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അതിന് പകരം ഈ ഒരു സ്റ്റവ് നമ്മളിതാ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗം മാത്രം നമ്മൾ ക്ലീൻ ആക്കിയാൽ മതി. അപ്പോൾ ഐലൻഡ് കിച്ചൺ ആകുമ്പോഴുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 കോർണറിലോട്ടും സംഭവം നമ്മൾ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി യൂസിന് പറ്റില്ല. ഷോ കിച്ചൺ ആണെങ്കിൽ അടിപൊളിയായിട്ടോ. ഇതിങ്ങനെ ഷോ കിച്ചൺ എനിക്ക് വീഡിയോ എടുക്കുന്ന പേർപ്പസിന് മാത്രമാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ആകെ തലപ്രാന്ത് പിടിക്കും. എല്ലായിടത്തും ഇതിൻ്റെ മുകളിലോട്ടും അവിടേക്കൊക്കെ തിരക്കും. ഇത് വൈറ്റും അല്ലേ. അപ്പോൾ ഷോ കിച്ചൺ ആണെങ്കിൽ വൈറ്റ് കിച്ചൺ ഓക്കെ, അല്ലെങ്കിൽ ഈ ഐലൻഡ് കിച്ചൺ ഓക്കെ. അല്ലാഞ്ഞാൽ നമ്മൾ സാധാ കിച്ചണാണ് നല്ലത്. ഓക്കെ, അതായത് ഒരു കോർണറിൽ സ്റ്റവ് അങ്ങനെ ഉണ്ടാവില്ലേ, ഒരു കോർണർ അടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് വരുന്ന ഭാഗത്ത്, എവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ വീടിൻ്റെ കിച്ചൺ വെക്കാൻ നോക്കാം. നമ്മൾക്ക് ആ ഒരു ഇത് കിട്ടിയില്ല. നമ്മൾ വീടിൻ്റെ പ്ലാനൊക്കെ സെറ്റായതിന് ശേഷമാണ് ഇക്കാക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ സമയത്തേക്ക് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതായിരുന്നു. പിന്നെ ലാസ്റ്റ് ആ സമയത്ത് നമ്മൾക്ക് എന്തായാലും കിട്ടിയതൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുതിയ വീടുണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക, ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ കിച്ചണിൻ്റെ ജനൽ വരാൻ നോക്കുക. ആ ഭാഗത്തേക്ക് നമ്മൾ കുക്കിംഗ് വരണമെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് കിട്ടും കിച്ചണിലോട്ട് കേട്ടോ. ഈ കിച്ചണിൽ ലൈറ്റ് അധികമില്ല, ആ കിച്ചണിൽ ലൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ സ്റ്റൗ വെച്ചിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കിച്ചൺ സിങ്ക് കൂടാണ്ട് ഒരു വാഷ് ബേസിനും കൂടി വെക്കാനുള്ള സ്പേസ് നമ്മൾ വെച്ചിട്ടില്ല. അപ്പം എനിക്ക് കിച്ചൺ സിങ്കിൽ കൈ കഴുകി തുപ്പുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ വാഷ് ബേസിന് മെയിൻ വാഷ് ബേസിന് ഒറ്റ വാഷ് ബേസിനുള്ളൂ. അത് ഇതാ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിന് ഇങ്ങോട്ടേക്ക് വരണം കൈ കഴുകാനോ വായ കഴുകാനോ ഒക്കെ കേട്ടോ. അപ്പം നമ്മൾ കിച്ചണിൽ തന്നെ ഒരു വാഷ് ബേസിൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ കുറേ പണിയായിരുന്നു, അതുകൊണ്ട് അത് ഒഴിവാക്കി കേട്ടോ. പിന്നെ വാർഡ്രോബ് പറയുമ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള സ്പേസ്, അതുപോലെ തന്നെ സ്മോൾ സാധനങ്ങൾ വെക്കാനുള്ള ചെറിയ ബോക്സുകൾ, അതുപോലെ തന്നെ ഡ്രോവേഴ്സ്, ഇതൊക്കെ മസ്റ്റാണ് നമ്മളൊരു വാർഡ്രോബിനകത്ത്. അപ്പം ഞങ്ങൾ 1-2 വാർഡ്രോബിനകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചില വാർഡ്രോബിനകത്ത് ഹാങ് ചെയ്തിടാനുള്ള സ്പേസ് കൂടുതലുണ്ട്, പക്ഷെ മടക്കി വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ കൺജസ്റ്റഡ് ആയിട്ട് ചെറിയ സ്പേസിലാണ് മടക്കി വെക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, കുറച്ച് വീതിയിലും നീളത്തിലൊക്കെ നമുക്ക് മടക്കി വെക്കാനുള്ള സ്പേസ് വേണം. അപ്പോൾ അതുപോലെ തന്നെ ഡ്രോവേഴ്സ് നമ്മൾ വാർഡ്രോബിനകത്ത് നല്ലതാണ്. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക വാർഡ്രോബ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ബേ വിൻഡോസൊക്കെ ഇല്ലേ, നമ്മളെപ്പോഴും എന്താ പറയുക, പറഞ്ഞ പോലെ നമ്മൾ ഏത് ഭാഗത്താണ് നമുക്ക് വിൻഡോസ് വേണ്ടത്, നമ്മൾ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണോ സൈഡിലാണോ വിൻഡോസ് വേണ്ടത്, അതൊക്കെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ട് പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പ്ലാനൊക്കെ വരച്ചതിന് ശേഷം നമുക്ക് വിൻഡോസ് ഇവിടെ വേണം അവിടെ വേണം എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ഒരു എസ്തെറ്റിക് ലൈറ്റൊക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണോ സൂര്യൻ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഭാഗത്ത് ലൈറ്റ് വെച്ചിട്ട് ബെഡ്റൂംസിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുക കേട്ടോ. വിൻഡോസൊക്കെ അതൊക്കെ നമ്മൾ ആർക്കിടെക്ടറോട് സംസാരിച്ച് അവർ പറഞ്ഞുതരും. നമുക്ക് ലൈറ്റ്, വെളിച്ചം, കാറ്റ് ഇതൊക്കെ എവിടുന്നാണ് വേണ്ടതെന്നുള്ളതൊക്കെ ആർക്കിടെക്ടറിന് സംസാരിക്കണം. അപ്പോൾ നമ്മളുടെ ആദ്യം നീഡ് സംസാരിച്ചിട്ട് വേണം നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആർക്കിടെക്ടറിന് സംസാരിക്കുക, അതനുസരിച്ച് പ്ലാൻ വരയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ വീടുകൾ കാണാൻ പോകാൻ. അല്ലാണ്ട് ഒരു വീട് കണ്ടിട്ട് അതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്താൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത വീടല്ലേ, അപ്പോൾ അത് എന്തായാലും നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ നമ്മളുടെ ഇഷ്ടം എന്താണോ അത് ആർക്കിടെക്ടറിനോട് സംസാരിക്കുക, എന്നിട്ട് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക, എന്നിട്ട് വീടുകൾ കാണാൻ പോവുക, അതിൽ വേണ്ട ചേഞ്ചസ് വരുത്താം. ഓരോ ഐഡിയാസ് അപ്പോൾ കിട്ടും. പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ബാത്റൂമില്ലേ, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ഞങ്ങളുടെ ബാത്റൂംസ്. 5 ബാത്റൂമുണ്ട്. 5 ബാത്റൂംസും നമ്മൾ പ്ലാനിൽ ചെയ്ത പോലെയല്ല വന്നത്. അത് മീൻസ് നമ്മൾ ചെയ്ത ടൈലൊക്കെ നമ്മൾ മാറ്റ് ഫിനിഷ് വേണമെന്നൊക്കെ പറഞ്ഞു. അതായത് വീടാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മാറ്റ് ഫിനിഷ് വെച്ചത്. പക്ഷേങ്കിൽ ആ മാറ്റ് ഫിനിഷ് ഭയങ്കര പ്രശ്നമുള്ളതായിരുന്നു. അതായത് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അത് ക്ലീൻ ആവില്ല. അതാണ് ഈ ഒരു മാറ്റ് ഫിനിഷിൻ്റെ പ്രശ്നം. ഓക്കെ, അതായത് ഈ ടൈല് നമുക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര പാടാണ്. ഈ വൈറ്റൊക്കെ ഇപ്പോൾ ഇതിൽ ഇടയ്ക്കൊരു ഗ്യാപ്പിൽ ചളി ഇങ്ങനെ കാണുന്നില്ലേ, അത് പോവില്ല. ആ മാറ്റ് ഫിനിഷിൽ അത് എന്താ പറയുക, അതിൽ
ആ കറ പിടിച്ചതാണ്. അപ്പോൾ മാറ്റ് ഫിനിഷ് വെക്കുമ്പോൾ ക്ലീനിങ് ഭയങ്കര പാടാണ്. നമ്മളൊരാൾ കാലിങ്ങനെ വെറുതെ അതിൽ വെച്ചാൽ ആ കറ അതിന്മേൽ പിടിക്കുന്നുണ്ട് മാറ്റ് ഫിനിഷിൽ. മറ്റേ ടൈൽസിൽ അത് പിടിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാൻഡിങ് ഇതായിരുന്നു, വാഷ് ബേസിനായിരുന്നു നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് സ്റ്റാൻഡിങ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇതിനകത്ത് ഈ ഒരു ഗ്യാപ്പ് ഇല്ലയെന്നാണെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കും. പിന്നെ നമ്മൾ അതിൻ്റെ താഴെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പം വാഷ് ബേസിൻ്റെ താഴെ ആ ഒരു കൗണ്ടറിൻ്റെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ക്ലീൻ ചെയ്യാനും വെള്ളം കെട്ടിക്കെടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ താഴെ അല്ലേ, ക്ലോസറ്റ് വാൾ മൗണ്ടഡ് ക്ലോസറ്റാണ്, നമ്മൾ താഴെ വെച്ചിട്ടില്ല, മീൻസ് താഴേക്ക് വന്നിട്ടില്ല. താഴെ വരുമ്പോഴും അവിടെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന കാണൂല്ലേ നിങ്ങൾ, നമ്മൾ പണ്ടത്തെ നമ്മൾ യുഎയിലൊക്കെ ഉണ്ടായിരുന്നു ആ ബ്ലാക്ക് സിലിക്കോൺ വെച്ചിട്ട് നമ്മൾ അതിന് മേലെ ബ്ലാക്ക് ഇച്ചി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ അങ്ങനെ ഇല്ല. വെള്ളം കുറേ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വാഷ്റൂമിൻ്റെ കളർ ഇങ്ങനെ കുളിക്കുന്ന ഭാഗത്ത് ഡാർക്ക് കളറും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ലൈറ്റ് കളേഴ്സ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു കുളിക്കുന്ന ഭാഗത്ത് ഡാർക്ക് മതി, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് കച്ചറയാവുന്നു. എനിക്ക് ഈ ബാത്റൂം ഇങ്ങനെ എത്ര വൃത്തിയാക്കിയാലും ഈ ബാത്റൂം നന്നാവില്ല, അങ്ങനത്തെ ഒരു കോലമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ വെള്ളം ഇങ്ങനെ നമ്മൾ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കളയണം. അപ്പോൾ നമ്മൾ ബാത്റൂമിലോട്ട് മാറ്റ് ഫിനിഷ് തേക്കി വീഴാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ മാറ്റ് ഫിനിഷ് വെക്കുമ്പോൾ ബേബി മാറ്റ് അല്ലെങ്കിൽ സാറ്റിൻ മാറ്റോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു, അങ്ങനെ വെക്കുന്നതാണ് ചോദിച്ചറിയാം കേട്ടോ. സാധാ മാറ്റ് ഫിനിഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീനിങ്, പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ പുറത്ത് കൊട്ടത്തളത്തിൻ്റെ അവിടെയും മീൻസ് കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമില്ല, അവിടെയും മാറ്റ് ഫിനിഷാണ് വെച്ചത്. തുടയ്ക്കേണ്ട അവസ്ഥയാണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാലൊന്നും അത് ക്ലീൻ ആവില്ല. നമ്മൾ മോപ്പ് എടുത്ത് തുടച്ചാൽ നല്ല വൃത്തിയിൽ കിടക്കും. പിന്നെ വീണ്ടും ആരെങ്കിലും ഒന്ന് കാല് വെച്ചാൽ അവിടെ ആ കാലിൻ്റെ അടയാളം വരും. ഈവൻ പൂച്ചൻ്റെ കാലിൻ്റെ അടയാളം വരെ അവിടെ വരലുണ്ട്. അപ്പോൾ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൃത്തിയാക്കാൻ നല്ല ഭംഗി ഉണ്ടാവും, അത്ര തന്നെയാണ് മാറ്റ് ഫിനിഷിൻ്റെ പ്രശ്നം. അപ്പോൾ മാറ്റ് ഫിനിഷ് വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. നല്ലതും വീട്ടിൽ വെച്ചതിൽ നല്ലതും മോശമുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അടുത്തൊരു സംഭവമാണ്, നമ്മൾ ഇവിടെ സീലിങ്ങിൽ വുഡൻ സീലിംഗ് കൊടുത്തല്ലോ, നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷെ നല്ലോണം മാറാല കിട്ടുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ മാറാല തട്ടേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഓക്കെയാണ്, അല്ലാത്തവർക്ക് വെക്കാണ്ടിരിക്കാൻ നല്ലത്. എനിക്ക് സൈക്കോ ആവുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട്. എങ്ങനെ ക്ലീൻ ചെയ്തും ഇങ്ങനത്തെ ഗ്യാപ്പൊക്കെ ഇല്ലേ, ഇതിൻ്റെ അകത്തൊക്കെ നല്ല പൊടി ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇതിപ്പം ഒരു ദിവസം ക്ലീൻ ചെയ്താലും 2 ദിവസം കഴിഞ്ഞാൽ അതേപോലെ തന്നെ പൊടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഗ്യാപ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കവർ ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.